നമസ്കാരം. ഒമാൻ ഉൾക്കടലിൽ ഇറാൻ ബന്ധം ആരോപിച്ച് എണ്ണക്കപ്പലിന് നേരെ അമേരിക്ക നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടു. ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം സ്വദേശിയും കപ്പലിലെ ചീഫ് എഞ്ചിനീയറുമായ പട്നാല സുരേഷ്, ഹിമാചൽ പ്രദേശ് ഹാമിർപൂർ സ്വദേശി ആദിത്യ ശർമ്മ, ഉത്തർപ്രദേശ് ഡിയോറിയ സ്വദേശി ശിവാനന്ദ് ചൗറസ്യ എന്നിവരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ഈ മാസം തന്റെ 15ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ നാട്ടിലെത്താനിരിക്കെയാണ് പട്നാല സുരേഷിനെ മരണം കവർന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ഒമാൻ ഉൾക്കടലിൽ സഞ്ചരിക്കുകയായിരുന്ന MT സെറ്റബെല്ലോ എന്ന എണ്ണക്കപ്പലിന് നേരെയായിരുന്നു US സെൻട്രൽ കമാൻഡിന്റെ ശക്തമായ വ്യോമാക്രമണം. ഇറാനിൽ നിന്നുള്ള എണ്ണക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ലംഘിച്ചതിനും ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനുമാണ് കപ്പൽ ആക്രമിച്ചതെന്നാണ് US സൈന്യത്തിന്റെ വാദം. എന്നാൽ തങ്ങൾക്ക് യാതൊരുവിധ മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും കപ്പലിന് ഇറാനുമായി യാതൊരു ബന്ധവുമില്ലെന്നും കപ്പലിന്റെ മാനേജ്മെന്റ് കമ്പനി വ്യക്തമാക്കുന്നു. ആക്രമണ സമയത്ത് കപ്പലിന്റെ ജനറേറ്ററിലെ തകരാർ പരിശോധിക്കാൻ എഞ്ചിൻ റൂമിലായിരുന്ന സുരേഷ് ഉൾപ്പെടെയുള്ള 3 ഇന്ത്യക്കാർക്കും രക്ഷപ്പെടാൻ ഒരവസരവും ലഭിച്ചില്ലെന്നാണ് വിവരം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 21 ജീവനക്കാരെ US സൈന്യം രക്ഷപ്പെടുത്തി. മേഖലയിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ സുരക്ഷിതനായി മടങ്ങിയെത്തും, നമുക്ക് വിവാഹ വാർഷികം ആഘോഷിക്കണമെന്നായിരുന്നു മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസം സുരേഷ് ഭാര്യ ഭാർഗവിയോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അവസാനമായി പറഞ്ഞ വാക്കുകൾ. 2 മക്കളും മരണപ്പെട്ട സഹോദരിയുടെ 2 കുട്ടികളുമടങ്ങുന്ന 6 അംഗ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ചീഫ് എഞ്ചിനീയറായ സുരേഷ്. ഹിമാചൽ സ്വദേശിയായ 23-കാരൻ ആദിത്യ ശർമ്മയുടെ കുടുംബത്തിന് ഏക മകനായിരുന്നു അവൻ. മറ്റുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തിയപ്പോൾ എന്തുകൊണ്ട് തന്റെ മകൻ ഉൾപ്പെടെയുള്ള 3 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും അവസാന നിമിഷങ്ങളിൽ അവർക്ക് എന്താണ് സംഭവിച്ചതെന്നും വ്യക്തമാക്കണമെന്ന് ആദിത്യയുടെ പിതാവ് രാജേഷ് ശർമ്മ ആവശ്യപ്പെടുന്നു. വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിലും ഇന്ത്യൻ നാവികരുടെ മരണത്തിലും ഇന്ത്യ അമേരിക്കയോട് കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ മുതിർന്ന US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ അതൃപ്തി അറിയിച്ചതും അന്താരാഷ്ട്ര കപ്പൽശാലകളിലെ ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടതും. കൊല്ലപ്പെട്ട നാവികരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള അടിയന്തര നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാളും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണ് ഒമാൻ ഉൾക്കടലിൽ വെച്ച് ഇന്ത്യയുടെ കപ്പൽ ആക്രമിക്കപ്പെടുന്നത്, ഇന്ത്യൻ നാവികർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഘട്ടത്തിൽ യുദ്ധം അവസാനിക്കുന്നതായ വാർത്തകളും വരുന്നുണ്ട്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഞായറാഴ്ച തന്നെ ഒപ്പുവെച്ചേക്കുമെന്നും അത് പ്രാബല്യത്തിൽ വരുന്നതോടെ ഹോർമൂസ് കടലിടുക്ക് എല്ലാ കപ്പൽ ഗതാഗതത്തിനുമായി തുറന്നു കൊടുക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സമയപരിധി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എങ്കിലും വരും ദിവസങ്ങളിൽ ഒപ്പുവയ്ക്കൽ നടന്നേക്കാമെന്ന് ഇവർ വ്യക്തമാക്കുന്നുണ്ട്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യം പുതിയ ആക്രമണങ്ങൾ നടത്തുന്നതിനിടയിലും നയതന്ത്ര ശ്രമങ്ങൾ തുടരുകയാണ്. ഏത് വെടിനിർത്തലും ആ മേഖലയിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് ഇറാൻ നിർബന്ധം പിടിക്കുന്നുണ്ട്. കൂടാതെ ഫെബ്രുവരിയിൽ US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ ജൂലൈ 4-ന് ടെഹ്റാനിൽ ആരംഭിക്കുമെന്നും ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ അറിയിച്ചിട്ടുണ്ട്.